കേരളത്തിലുള്ള ഒരേയൊരു മതേതര പാർട്ടി ബി.ജെ.പി. ആണെന്ന് ഷോൺ ജോർജ്. ക്രിസ്മസിന് ഇനിയും കേക്കുമായി പോകുമെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രിസ്മസിന് കേക്കുമായി പോകേണ്ടെന്ന് പറഞ്ഞ ക്ലെമിസ് പിതാവ് കഴിഞ്ഞ ദിവസം കത്തോലിക്ക ബാവയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചിരുന്നു. അദ്ദേഹമൊത്ത് അത്താഴവും കഴിച്ച് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. ക്രിസ്മസിന് കേക്കുമായും ഓണത്തിന് ചിപ്സുമായും പോകുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഇനിയും കേക്കുമായി പോകും, ഒരു സംശയം വേണ്ട. ഇനിയും കേക്കുമായി ഞങ്ങൾ ക്രിസ്മസിന് അവിടെ നിന്ന് ഇങ്ങോട്ട് കേക്കുമായിട്ട് പോകും, ക്രിസ്മസിന് കേക്കുമായിട്ട് പോവും, ഓണത്തിന് ഞങ്ങൾ ചിപ്സുമായിട്ട് പോവും. ഇതൊക്കെ കേരളത്തിൽ ഒരു മതേതര പാർട്ടിയുള്ളൂ, ബാക്കിയെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അത് കോൺഗ്രസിൻ്റെ മുടി അറിഞ്ഞും എന്തിന് മുസ്ലിം ലീഗിന് പോലും ഇവിടെ യാതൊരു പ്രാതിനിധ്യമില്ലാത്ത UDF-നകത്ത് മുസ്ലിം ലീഗ് കറിവേപ്പിലയാണ്. അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുള്ള ഒരു മുന്നണിയിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് ഇതിനേക്കാൾ നല്ലത് ആ തങ്ങന്മാരെ ഇതിനേക്കാൾ മോശമായി തങ്ങന്മാരെ അപമാനിക്കാനുണ്ടോ? അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ LDF-ഉം UDF-ഉം തമ്മിൽ നടത്തുന്ന മത്സരം ഒന്നേ ഉള്ളൂ, ആരാണ് കൂടുതൽ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പീഡിപ്പിക്കുക എന്നത് മാത്രമാണ്. ഞാൻ പറയട്ടെ, ഞങ്ങൾ റംസാന് ഞങ്ങൾ ആഘോഷിക്കും, ഞങ്ങൾ ഓണത്തിന് ഞങ്ങൾ ആഘോഷിക്കും, ഞങ്ങൾ ക്രിസ്മസിന് ഞങ്ങൾ ആഘോഷിക്കും. ഇതിനെല്ലാം ആ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളെ ഞങ്ങൾ പോയി കാണുകയും എന്തും ചെയ്യുകയും ചെയ്യും. കേരളത്തിൽ ഒരു മതേതര പാർട്ടിയേ ഉള്ളൂ, അത് ബി.ജെ.പി. ആണ്. ബാക്കി എല്ലാവരും പൊളിറ്റിക്കൽ ഇസ്ലാം ആണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. UDF-നുള്ളിൽ മുസ്ലിം ലീഗ് വെറും കറിവേപ്പിലയാണ്. ബി.ജെ.പി. എല്ലാവരെയും ഒരുപോലെ കാണുന്ന പാർട്ടിയാണെന്നും എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മറ്റു പാർട്ടികൾ വിഭാഗീയ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു.